ഒരു 9 മണിയോടുകൂടി എൻ്റെ പണികളെല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിട്ടോ. അങ്ങനെ ഞാൻ മുറ്റത്തൂടി നടക്കുകയാണ്. എന്താണ് ഇനി ഗാർഡനിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ച്. ഞങ്ങൾക്ക് വളരെ ചെറിയൊരു മുറ്റാണുള്ളത്. നല്ലൊരു പോർഷൻ ഞങ്ങൾക്ക് വഴിക്ക് കൊടുക്കേണ്ടി വന്നതുകൊണ്ട് മുറ്റം കുഞ്ഞതായിപ്പോയി. ഇത് ഞാൻ 2 ദിവസം മുന്നേ കുപ്പികൾ കൊണ്ട് തയ്യാറാക്കിയൊരു പോട്ടാണ്. അത് അമ്മ അവിടെ കെട്ടിയിട്ടത് അമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് ചെത്തി, ഒരു ഹൈബ്രിഡ് ചെത്തിയാണ്. അത് വാങ്ങിച്ചത് പിന്നെ അത് അതിനകത്ത് തന്നെയാണല്ലോ അതിൻ്റെ നിപ്പ്. എന്നാൽ അതിനെ ഇരുന്ന് മാറ്റി നട്ടാലെന്ന് ആലോചിച്ച് നോക്കുമ്പോഴാണ് ഇരിക്കുന്നൊരു കോൺക്രീറ്റിൻ്റെ ഒരു ചട്ടി കിട്ടിയത്, പോട്ട് കിട്ടിയത്. അപ്പോൾ ഈ പോട്ടിനകത്തോട്ട് ഇട്ട് കൊടുക്കാം എന്ന് വിചാരിച്ച് ഞാൻ ആ പോട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പറമ്പിൽ പോയി ഓടുകളെല്ലാം ശേഖരിച്ച് വന്ന് ഇതേപോലെ ഇട്ട് കൊടുത്ത് പോട്ട് മിക്സ് ഇടാൻ വേണ്ടിയാണ് പോകുന്നത്. ഇനി അങ്ങനെ പോട്ട് മിക്സ് നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പോട്ട് മിക്സ് അതിനകത്ത് ഇതിട്ട് കൊടുത്ത് നല്ല ഒരു ഉഷാറായിട്ട് നമ്മുടെ ചെത്തികൾക്ക് നല്ലൊരു എനർജി കിട്ടും, വളരും, പൂടും, കായ്ക്കും. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ മാറ്റി ഒരിടത്ത് വെച്ചേക്കുവാണ്. വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോഴാണ് ചെത്തി നേരത്തെ നിന്നിരുന്ന ഒരു പോട്ട് നമുക്ക് കിട്ടുന്നത്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വയ്ക്കാൻ വേണ്ടി ഒരു ചെടി എൻ്റെ മനസ്സിൽ നേരത്തെ ഉണ്ടായിരുന്നു. അതാണെങ്കിൽ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൊരു ചെടിയായിരുന്നേ. അത് പൂടുകയും ചെയ്തു. അമ്മ അതൊന്ന് മാറ്റി നട്ടാലോ എന്ന് വിചാരിച്ച് ഇതേപോലെ പോട്ട് നിറച്ച് വന്ന് ഞാൻ ആ ചെടി നടാൻ വേണ്ടിയാണ് കേട്ടോ പ്ലാന്. എന്നും ചെടിക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തില്ലെങ്കിൽ ചെടിയൊക്കെ നാശമായി പോകും. അതുകൊണ്ട് എനിക്കെങ്ങും പോകാൻ വേണ്ടി ഇഷ്ടമല്ല. മാക്സിമം വീട്ടിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ ഈ ഒരു ചെടിയാണ് കേട്ടോ. ഇതിനൊരു റെഡ് പൂ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഈ ചെടി ഇങ്ങനെ നട്ടു കൊടുത്തു. അപ്പോൾ അമ്മ ഓരോ അഭിപ്രായം പറയുന്നുണ്ട് കേട്ടോ. അത് അവിടെ നടല്, ഇതിവിടെ നടണം എന്നൊക്കെ പറയുന്നുണ്ട്.